ഓം ഭദ്രകാളിയേ നമ. എല്ലാവർക്കും അമ്മൻ ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. ഓഗസ്റ്റ് മാസം 4-ാം തീയതി മുതൽ നീചഭംഗ രാജയോഗ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്ന ഒരു 5 രാശിക്കാരെ പറ്റിയാണ് പറയുന്നത്. എങ്ങനെയാണ് ഈ ഒരു നീചഭംഗ രാജയോഗ ഫലങ്ങൾ ഒരു 5 രാശിയിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് അനുഭവത്തിൽ വരുന്നത് എന്ന് നോക്കിയാൽ, ഓഗസ്റ്റ് 1-ാം തീയതി ശുക്രൻ ചിങ്ങം രാശിയിൽ നിന്നും കന്നിയിലേക്ക് രാശി മാറി. കന്നി എന്ന് പറയുന്നത് ശുക്രനെ സംബന്ധിച്ച് നീച രാശിയാണ്. ശുക്രൻ നീചസ്ഥനാകുന്ന രാശി. എന്നാൽ ആ ഒരു രാശിയിൽ തന്നെ കന്നി എന്ന് പറയുന്നത് ബുധൻ്റെ രാശി കൂടായതുകൊണ്ട് നീചസ്ഥനാകുമെങ്കിലും അവിടെ നീചഭംഗ രാജയോഗം എന്നൊരു ഫലവും കൂടെ ശുക്രൻ നൽകും. ഓഗസ്റ്റ് 1-ന് ശുക്രരാശി മാറ്റം സംഭവിച്ചു എങ്കിൽ തന്നെയും ഓഗസ്റ്റ് 4 മുതലാണ് അതിൻ്റെ ഒരു പൂർണ്ണ ഫലം അനുഭവത്തിൽ വരുന്നത്. അപ്പോൾ ശുക്രൻ കന്നിയിൽ ബുധൻ്റെ രാശിയിൽ നീചസ്ഥനാകുന്ന സമയം നീചഭംഗ രാജയോഗം എന്ന് പറയുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള രാജയോഗ തുല്യമായ ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഈയൊരു സമയം ഒരു 5 രാശികളിൽ ഉൾപ്പെടുന്ന നക്ഷത്ര ജാതകർക്ക് അപ്രതീക്ഷിത മാറ്റങ്ങൾ എന്ന് പറയുന്ന പ്രകാരമുള്ള ഒരു നേട്ടങ്ങൾ, മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ ശുക്രമഹാദശ നടക്കുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജാതകപ്രകാരം ബുധമഹാദശ നടക്കുന്നവരുണ്ടെങ്കിൽ, ശുക്രൻ്റെയോ ബുധൻ്റെയോ ഒക്കെ അപഹാരം നടക്കുന്ന വ്യക്തികളാണെങ്കിലൊക്കെ വളരെയധികം ഗുണഫലങ്ങൾ ഈ ഒരു സമയത്ത് ലഭിക്കും. അതും അപ്രതീക്ഷിതമായിട്ടുള്ള ഫലങ്ങൾ എന്ന് തന്നെയാണ് നമുക്ക് ഒറ്റ വാക്കിൽ പറയുവാനുള്ളത്. ഈ ഒരു സമയം നിങ്ങളുടെ ജനന ജാതകപ്രകാരം ഒരു നല്ല ഗ്രഹത്തിൻ്റെ ദശ കൂടി നടക്കുകയാണെങ്കിൽ വളരെ വലിയ ഗുണഫലങ്ങൾ 10 മടങ്ങ് ഇരട്ടിയായിട്ട് ഗുണഫലങ്ങൾ വന്നു ചേരും. ആഗ്രഹമുള്ള വ്യക്തികളെ സംബന്ധിച്ച് ഈ ഒരു സമയം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനന ജാതകം പരിശോധിച്ച് മുന്നോട്ട് പോകാം. ഇനി നമുക്ക് ഏതൊക്കെ രാശിക്കാർക്കാണ് ഓഗസ്റ്റ് 4 മുതൽ ഈ ഒരു നീചഭംഗ രാജയോഗ ഫലങ്ങൾ ശുക്രനിൽ നിന്ന് ലഭിക്കുന്നത് എന്ന് നോക്കാം. ഇടവം രാശിക്കാരായ കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്ര ജാതകർക്ക് സമയം വളരെ അനുകൂലമാവുകയാണ്. നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ രാശിയുടെ അധിപനാണ് ശുക്രൻ. അതുപോലെ ഇടവ ലഗ്നത്തിൽ ജനിക്കുന്നവർക്ക് ലഗ്നാധിപനും ശുക്രനാണ്. ശുക്രൻ നിങ്ങൾക്ക് നീചസ്ഥിതിയിലേക്ക്, കന്നിയിൽ ബുധൻ്റെ രാശിയിൽ നീചസ്ഥിതിയിലേക്ക് വരുമ്പോൾ നീചഭംഗ രാജയോഗം മൂലം അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും ഗുണഫലങ്ങളും ലഭിക്കും. എടുത്തു പറയേണ്ടത്, ജീവിതത്തിൽ അനുഭവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അത് വിട്ടുമാറും എന്നുള്ളതാണ്. എത്ര വലിയ ഒരു സാമ്പത്തിക പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണെങ്കിലും, അതല്ല കടബാധ്യതയോ മറ്റു പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഒരു ജപ്തിയുടെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതിൽ നിന്ന് കരകയറി മുന്നോട്ട് പോകുവാനുള്ള ഒരു വഴി, ഒരു മാർഗം, അതാണ് ആദ്യമേ പറഞ്ഞത്. അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മാറ്റം, ഒരു ഗുണഫലങ്ങൾ ഈ ഒരു സമയത്ത് ലഭിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന്, ഇടങ്ങളിൽ നിന്ന് ധനം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്ന അനുഭവം ഉണ്ടാകും. അപ്രതീക്ഷിത ഉയർച്ച ഈ ഒരു സമയത്ത് ലഭിക്കും. ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുന്ന വ്യക്തികൾ അല്ലെങ്കിൽ അതിനുവേണ്ടി പണം ചിലവഴിക്കുന്ന ഒരവസ്ഥ, ഇതൊക്കെ വിട്ടുമാറുക. എത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങളോ ആശുപത്രിവാസങ്ങളോ രോഗദുരിതങ്ങളിൽ കൂടി മുന്നോട്ട് പോകുന്നവരാണെങ്കിലും വളരെ പെട്ടെന്ന് അതിൽ നിന്ന് മാറ്റമുണ്ടായി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾ നേരിടുന്ന ശത്രുതാപരമായ പെരുമാറ്റങ്ങളോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഈ ഒരു കാലഘട്ടങ്ങളിൽ പൂർണ്ണമായി വിട്ടുമാറും. സാമ്പത്തിക നേട്ടം നിങ്ങൾക്ക് വന്നു ചേരും. നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വിട്ടുമാറി കുടുംബത്തിലും സ്വന്തം ബന്ധങ്ങളുടെയും ഇടയിലുമൊക്കെ ഒരു സമാധാനം, സുഖം, സന്തോഷം ലഭിക്കും. അപ്രതീക്ഷിതമായ പല മംഗളകാര്യങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബത്തിൽ അനുഭവത്തിൽ വരുന്നതുമായിരിക്കും. നിങ്ങളുടെ വാക്കിന് തന്നെ ഒരു മതിപ്പും വിലയും ലഭിക്കുന്ന ഒരു സമയമാണ്. പ്രധാനമായും എടുത്തു പറയേണ്ടത്, പൂർവിക വഴിയിൽ ലഭിക്കേണ്ട സ്വത്തുവകകൾ അങ്ങനെ എന്തെങ്കിലും ലഭിക്കാനായിട്ട് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉള്ള വ്യക്തികളാണെങ്കിൽ അതിലുണ്ടായിരുന്ന തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറി പൂർവിക വഴിയിൽ പല നല്ല കാര്യങ്ങൾ ലഭിക്കും. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ച് പൂർത്തീകരിക്കാൻ കഴിയാതെ പകുതി വഴിയിൽ മുടങ്ങി നിന്നിരുന്ന പല കാര്യങ്ങളും പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ സാധിക്കും. പലർക്കും ഭൂമി സംബന്ധമായുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറുന്നൊരു സമയം, ഭൂമി കൈകളിൽ വരുന്നതിനും അതുപോലെ ഭൂമി വിൽക്കുന്നതിനുമൊക്കെയുള്ള തടസ്സങ്ങൾ പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു സമയമാണ്. ഇടവം രാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിൽ വളരെ വലിയ നന്മകൾ,
അവർക്ക് ഉയർ വിദ്യാഭ്യാസം ലഭിക്കുന്നതിനോ അല്ലെങ്കിൽ ഉപരിപഠനത്തിനോ വിദേശ പഠനത്തിനോ നല്ല ജോലിക്കും അവരുടെ വിവാഹത്തിനുമൊക്കെയുള്ള വളരെ അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ് മുന്നോട്ട് വരുന്നത്. അതുപോലെ അവരവരുടെ സന്താനങ്ങളെ കൊണ്ട് കുട്ടികളെ കൊണ്ട് ഇടവം രാശിക്കാരായ മാതാപിതാക്കൾക്കും ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. കഴിഞ്ഞ കുറേ നാളുകളായി വിവാഹം കഴിഞ്ഞു, ഇതുവരെ ഒരു സന്താനഭാഗ്യമില്ല, അതിനുവേണ്ടി ചികിത്സകളും പ്രാർത്ഥനകളും ഒക്കെ നടത്തി വരുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതിനൊക്കെ ഈശ്വരൻ ഫലം നൽകുന്ന സമയമാണ്. നിങ്ങൾക്ക് സന്താനഭാഗ്യം ഇടവം രാശിക്കാരായ ദമ്പതികൾക്ക് അനുഭവത്തിൽ വരും. പൊതുവെ ഈ ശുക്രരാശി മാറ്റം, ശുക്രൻ ലൗകിക ജീവിതത്തിൽ ഏറ്റവും ഗുണഫലങ്ങൾ നൽകുന്ന ഗ്രഹമായതുകൊണ്ട് ഇടവം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾ ഏത് പ്രായത്തിലുള്ള വ്യക്തികളാണെങ്കിലും അതിലൊക്കെ വളരെ നല്ല മാറ്റമുണ്ടാകും. പ്രത്യേകിച്ചും ഇടവം രാശിയിൽപ്പെട്ട കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് സ്വന്തം ബന്ധങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ദാമ്പത്യ ജീവിതത്തിലുമുള്ള പല പ്രയാസങ്ങളും പ്രതിസന്ധികളും വിട്ടുമാറി ഒരു സമാധാനം, സുഖം, സന്തോഷം ഈ സമയത്ത് ലഭിക്കും. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യമറിയാൻ ആഗ്രഹമുള്ളവർക്ക് അവരവരുടെ സ്വന്തം ജനനജാതകം ഈ സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മിഥുനരാശിക്കാരായ മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ശുക്രൻ 4-ാം ഭാവമായ കേന്ദ്രഭാവത്തിൽ മിഥുനരാശിക്കാരായ നിങ്ങളുടെ രാശ്യാധിപനായ ബുധൻ്റെ മറ്റൊരു രാശിയായ കന്നിയിലേക്ക് വരുന്നതോടുകൂടി നീചഭംഗ രാജയോഗ ഫലങ്ങൾ മിഥുന രാശിക്കാർക്ക് അനുഭവത്തിൽ ലഭിക്കും. പ്രധാനമായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു സമയത്ത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന മാനസിക, ശാരീരിക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങളൊക്കെ വിട്ടുമാറി മനസ്സിനും ശരീരത്തിനും സുഖം, സമാധാനം, സന്തോഷം, ആരോഗ്യപരമായ മുന്നേറ്റം, സാമ്പത്തിക ഉയർച്ച, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. പ്രധാനമായിട്ടും നിങ്ങൾ ഓരോരുത്തരും മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് എന്തു തന്നെയായാലും അതിനൊക്കെ ഇറങ്ങിത്തിരിച്ചാൽ പൂർണ്ണ ഫലപ്രാപ്തിയാണ് ഈ ഒരു സമയത്ത് അനുഭവത്തിൽ ലഭിക്കുക. ഈ ഒരു സമയം, ഈ ഒരു ശുക്രൻ നീചഭംഗ രാജയോഗത്തോടുകൂടി സഞ്ചരിക്കുന്ന സമയം അപ്രതീക്ഷിതമായിട്ട് ഭൂമി വാങ്ങാനുള്ള യോഗം, ഗൃഹം നിർമ്മിക്കുവാനുള്ള യോഗം, വണ്ടി വാഹന യോഗങ്ങളൊക്കെ മിഥുനരാശിക്കാരായ നിങ്ങൾക്ക് അനുഭവത്തിൽ വരും. ഒരു വിദേശ ജോലിക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളായി ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയം ആ വിദേശ ജോലിയിൽ പ്രവേശിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടാകും. അതുപോലെ തന്നെ കടൽ കടന്നു പോകുവാനുള്ള യോഗം. ഇപ്പോൾ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നോ രാജ്യത്ത് നിന്നോ മറ്റൊരു സ്ഥാപനത്തിലേക്കോ രാജ്യത്തേക്കോ ഒക്കെ ഒരു ജോലി മാറ്റത്തിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യവും യോഗവും ഒക്കെ ലഭിക്കും. അനാവശ്യ അലച്ചിലുകൾ, പരിശ്രമങ്ങളൊക്കെ വിട്ടുമാറി നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള നന്മകളും ഗുണഫലങ്ങളും ഈ ഒരു സമയത്ത് അനുഭവത്തിൽ ലഭിക്കുകയും ചെയ്യും. നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങൾ എന്തു തന്നെയാണെങ്കിലും അതിലൊക്കെ നല്ല മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പകുതി വഴിയിൽ മുടങ്ങി നിന്നിരുന്ന ഒരു ഗൃഹനിർമ്മാണമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പുനരാരംഭിക്കുവാനും പൂർത്തീകരിക്കുവാനും സാധിക്കും. വിവാഹ കാര്യങ്ങളിലുണ്ടായിരുന്ന തടസ്സം, കാലതാമസങ്ങൾ വിട്ടുമാറി മകയിരം, തിരുവാതിര, പുണർദം നക്ഷത്രജാതകരെ സംബന്ധിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം, ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന സമയമാണ്. ഒരു പുനർവിവാഹത്തിന് കഴിഞ്ഞ കുറച്ച് നാളുകളായി പരിശ്രമിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കും സമയം വളരെ ഉത്തമമാണ്. മാതാവ്, മാതൃസ്ഥാനത്തുള്ള വ്യക്തികളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിത നന്മകൾ, നേട്ടങ്ങൾ ലഭിക്കും. മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ മനോവിഷമം അനുഭവിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറി മാതാവിന് നല്ല ആരോഗ്യം വീണ്ടുകിട്ടുന്ന സമയവുമാണ്. ഈ ഒരു സമയം പൊതുവെ നിങ്ങളുടെ ജീവിതത്തിൽ ശുക്രൻ വലിയ തരത്തിലുള്ള ഒരു സ്വാധീനമാണ് നൽകുന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും, ചെയ്യുന്ന ജോലിയിലാണെങ്കിലും ആരോഗ്യപരമായ കാര്യങ്ങളിലാണെങ്കിലും സാമ്പത്തിക കാര്യങ്ങളിലാണെങ്കിലും ബന്ധങ്ങളുടെ കാര്യത്തിലാണെങ്കിലും അത് കുടുംബ സ്വന്തം ബന്ധങ്ങളിലും ദാമ്പത്യ ബന്ധത്തിലുമൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഈശ്വരാനുഗ്രഹം, ആ ഒരു മാറ്റം, ആ ഒരു നന്മകൾ ഈ ഒരു സമയത്ത് ശുക്രൻ തീർച്ചയായിട്ടും നൽകും എന്നുള്ളതാണ്. മിഥുനരാശിക്കാരായ മാതാപിതാക്കളെ സംബന്ധിച്ച് ഏറെക്കാലങ്ങളായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്ന പല ആഗ്രഹങ്ങളും നിങ്ങളുടെ കുട്ടികൾ മുഖാന്തരം, സന്താനങ്ങൾ മുഖാന്തരം ആഗ്രഹങ്ങൾക്കൊരു സാഫല്യം ലഭിക്കുന്ന ഒരു സമയമാണ്. ഒരുപാട് കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പുണ്യക്ഷേത്രങ്ങളോ തീർത്ഥാടന കേന്ദ്രങ്ങളോ ഒക്കെ സന്ദർശിക്കുവാനുള്ള യോഗം ഈ ഒരു സമയത്ത് മിഥുനരാശിക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ കുട്ടികൾക്ക് ഒരുപാട് നാളുകളായി നിങ്ങൾ പരിശ്രമിച്ചിട്ടും ലഭിക്കാതിരുന്ന ഒരു നല്ലൊരു മംഗല്യഭാഗ്യം, വിവാഹം ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവരുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ, അവർക്ക് ഉയർ വിദ്യാഭ്യാസമോ
അതുപോലെ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലിയോ നല്ലൊരു ജീവിത നിലവാരമോ അതൊക്കെ ലഭിക്കുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. പൊതുവെ ഈ ഒരു ശുക്രരാശി മാറ്റം മിഥുന രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവരാണെങ്കിലും ആ പ്രായത്തിനനുസരിച്ചിട്ടുള്ള നല്ല മാറ്റങ്ങൾ, ഗുണാനുഭവങ്ങൾ, നേട്ടങ്ങളാണ് നൽകുന്നത്. അപ്രതീക്ഷിതമായ സൗഭാഗ്യങ്ങൾ, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ, ലൗകിക ജീവിതത്തിലെ സുഖങ്ങൾ ഇതൊക്കെ ഈ ഒരു സമയത്ത് മിഥുനരാശിയിൽപ്പെട്ട മകയിരം, തിരുവാതിര, പുണർ നക്ഷത്ര ജാതകർക്ക് ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി ലഭിക്കുന്നതായിരിക്കും. എല്ലാ തരത്തിലും വളരെ വലിയ മാറ്റങ്ങൾ, നന്മകളാണ് ഈ സമയത്ത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഭവത്തിൽ വരുന്നത്. ഈ ഒരു സമയം നിങ്ങളുടെ സ്വന്തം ജനനജാതകം പരിശോധിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാവുന്നതാണ്. സമയം നിങ്ങൾക്ക് വളരെ അനുകൂലമായി വന്നിരിക്കുന്നു. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി കന്നിരാശിക്കാരായ ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നീചഭംഗ രാജയോഗ ഫലം നിങ്ങൾക്ക് വളരെ ശക്തമായിട്ട് മുന്നോട്ട് അനുഭവത്തിൽ വരും. പ്രധാനമായിട്ടും നിങ്ങളുടെ രാശിയിലേക്ക് തന്നെ ശുക്രൻ വരുന്നതിനാൽ ആ ഒരു ഗുണഫലം വളരെ ശക്തമായിട്ടാണ് ഓരോരുത്തർക്കും ലഭിക്കുക. എടുത്തു പറയേണ്ടത് കർമ്മസംബന്ധമായിട്ടുള്ള മാറ്റങ്ങളാണ്. കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾ ഒരു ജോലി ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന വ്യക്തികളുണ്ടെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് കഴിവിനുമനുസരിച്ച് നിങ്ങൾക്ക് പ്രതീക്ഷിച്ച ജോലി ലഭിക്കുന്ന സമയമാണ്. അതുപോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ ഒരുപാട് നാളുകളായിട്ടും പ്രതീക്ഷിച്ച ഉയർച്ച, അതായത് ഒരു പദവി മാറ്റമോ ഒരു സ്ഥാനമാറ്റമോ ഇടവം മാറ്റമോ പദവി ഉയർച്ചയോ ഒക്കെ പല പ്രാവശ്യം ആഗ്രഹിച്ചിട്ടും അവസാന നിമിഷം നഷ്ടപ്പെട്ടു പോയവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ശുക്രരാശി മാറ്റത്തോടുകൂടി നിങ്ങളുടെ കർമ്മരംഗത്ത് നിങ്ങൾ ആഗ്രഹിച്ച പലതരത്തിലുള്ള നല്ല വലിയ മാറ്റങ്ങളും അനുഭവത്തിൽ വരുന്ന ഒരു സമയമാണ്. നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി മാറ്റം ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്കൊക്കെ ജോലി മാറ്റത്തിന് ആഗ്രഹിക്കുന്നവർക്ക് സമയം അത്രമേൽ അനുകൂലമാണ്. അതൊക്കെ നല്ല രീതിയിൽ അനുഭവത്തിൽ വരും. സ്വന്തമായി തൊഴിൽ, ബിസിനസ്സൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചും വളരെ വലിയ മാറ്റങ്ങളാണ് മുന്നോട്ട് അനുഭവത്തിൽ വരാനിരിക്കുന്നത്. നിങ്ങളുടെ തൊഴിൽ സംരംഭങ്ങളിൽ, ബിസിനസ് മേഖലയിൽ നിങ്ങൾ അനുഭവിച്ചിരുന്ന പലതരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ വിട്ടുമാറി അതിലൊക്കെ വളരെ വലിയ സാമ്പത്തിക വിജയം ലഭിക്കുന്ന സമയം. പലർക്കും പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ ആരംഭിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ശുക്രൻ ധനകാരകനായതുകൊണ്ട് ഈ നീചഭംഗ രാജയോഗത്തിൽ കന്നിരാശിക്കാരായ നിങ്ങൾക്ക് അപ്രതീക്ഷിതമായ ധന അഭിവൃദ്ധി, പണം സംബന്ധിച്ച നേട്ടങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങൾ ആർക്കെങ്കിലും പണം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്, ഇതുവരെ അതിൽ തിരിച്ച് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ കൊടുത്ത പണമൊക്കെ നിങ്ങളുടെ കൈകളിലേക്ക് തന്നെ തിരിച്ചു വരുന്ന സമയമാണ്. അതുപോലെ നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നുമൊക്കെ സാമ്പത്തിക സഹായം, ധനപരമായിട്ടുള്ള ഒരു സഹായം വന്നു ചേരുന്ന അനുഭവമുണ്ടാകും. അപ്രതീക്ഷിതമായ മുന്നേറ്റം ലഭിക്കുന്ന സമയമാണ്. ഭാഗ്യാനുഭവവും ഈ സമയത്ത് നിങ്ങൾ കന്നിരാശിക്കാർക്ക് ലഭിക്കും. ഭാഗ്യം പലർക്കും പലതരത്തിലായിരിക്കും. ചിലർക്ക് ആഗ്രഹിച്ച ജോലി ലഭിക്കുന്നത് മൂലം, ചിലർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ വിട്ടുമാറുന്നത്, ചിലർക്ക് പുതിയ തൊഴിൽ, ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ വിദേശ ജോലി ലഭിക്കുന്നത് മൂലമോ ആഗ്രഹിച്ച ഇടം മാറ്റമോ സ്ഥാനമാറ്റമോ ഒക്കെ കർമ്മസംബന്ധമായിട്ട് ലഭിക്കുന്നത് മൂലവുമാകാം. അതുപോലെ ആഗ്രഹിച്ച ഒരു മംഗല്യഭാഗ്യം, വിവാഹ ജീവിതം ഉണ്ടാകുന്നത് മൂലമോ സ്വന്തമായിട്ടൊരു ഭൂമി അല്ലെങ്കിൽ വീട് എന്നുള്ള ഏറെക്കാലത്തെ സ്വപ്നമൊക്കെ ഈ ഒരു സമയത്ത് ശുക്ര രാശിമാറ്റത്തോടുകൂടി അതൊക്കെ നിങ്ങൾക്ക് സാക്ഷാത്കരിക്കപ്പെടും. ദാമ്പത്യ കുടുംബജീവിതത്തിലും ഒരു സുഖം, സമാധാനം ഈ സമയത്ത് കന്നിരാശിക്കാരെ സംബന്ധിച്ച് അനുഭവത്തിൽ വരും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ഈ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അനുഭവത്തിൽ വരും. അപ്രതീക്ഷിത മുന്നേറ്റം, ജീവിത വിജയങ്ങൾ, നന്മകൾ ഒക്കെ ഈ നീചഭംഗ രാജയോഗ ഫലത്തിനെ അടിസ്ഥാനപ്പെടുത്തി നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും ചെയ്യും. ഒരുപാട് കാലങ്ങളായി നിങ്ങൾ മനസ്സിലാഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ്. ധൈര്യമായി മുന്നോട്ട് പോകാം. കന്നിരാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ നൽകുന്ന ഒരു സമയമാണ് ഓഗസ്റ്റ് 4 മുതൽ ആരംഭിക്കുവാൻ പോകുന്നത്. അതിനെ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. എല്ലാ തരത്തിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് പെട്ടെന്നുണ്ടാകുന്ന ഒരു അഭിവൃദ്ധി, ഒരു ഉയർച്ച, ഒരു മാറ്റങ്ങൾ ഒക്കെ കാണുവാൻ സാധിക്കും. ഇനി നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്വന്തം ജീവിതത്തെപ്പറ്റി കൂടുതൽ അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നിങ്ങളുടെ ജനന ജാതകം കൂടി ഈ ഒരു സമയത്ത് പരിശോധിച്ച് മുന്നോട്ട് പോകാം.
കന്നിരാശിയിൽപ്പെട്ട ഉത്രം, അത്തം, ചിത്തിര നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ഈ ഒരു ശുക്രരാശി മാറ്റത്തോടുകൂടി ആ നീചഭംഗ രാജയോഗങ്ങളുടെ ഒരു ഫലം അനുഭവത്തിൽ വരികയും ചെയ്യും. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി വൃശ്ചികം രാശിക്കാരായ വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ സമയം മാറുകയാണ്. ശുക്രൻ കന്നിയിലേക്ക് നീചത്തിൽ വരുന്ന സമയം അത് നിങ്ങൾക്ക് 11ാം ഭാവമായ സർവാഭീഷ്ട ലാഭസ്ഥാനമായിട്ട് വരുമ്പോൾ ഈയൊരു നീചഭംഗ രാജയോഗത്തിൻ്റെ ഫലങ്ങൾ ഏറ്റവും ശ്രേഷ്ഠമായി, ഏറ്റവും നല്ല രീതിയിൽ അനുഭവത്തിൽ വരുന്ന രാശിക്കാർ ആരാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ വൃശ്ചികം രാശിക്കാരാണ്. വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകർ. നിങ്ങൾക്ക് ഈയൊരു ശുക്രൻ്റെ നീചഭംഗ രാജയോഗത്തിൻ്റെ ഫലമായി അപ്രതീക്ഷിതമായിട്ട് പല നന്മകളും നേട്ടങ്ങളും ഈ ഒരു സമയത്ത് അനുഭവത്തിൽ വരും എന്നുള്ളതാണ്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് തീരെ പ്രതീക്ഷിക്കാത്ത നെഗറ്റീവായിട്ടുള്ള അനുഭവങ്ങളാണ് ലഭിച്ചു വന്നിരുന്നത് എങ്കിൽ ഈ ഒരു സമയം മുതൽ അത് മാറുകയാണ്. തീരെ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടുള്ള ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയം. അപ്രതീക്ഷിത നേട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തികളെ സംബന്ധിച്ച് ഓരോ തരത്തിലായിരിക്കും. ചിലർക്ക് വളരെ പെട്ടെന്നുള്ളൊരു സാമ്പത്തിക പുരോഗതി, ഒരു സാമ്പത്തിക അഭിവൃദ്ധി ലഭിക്കും എന്നുള്ളതാണ്. കടബാധ്യതകളോ അല്ലെങ്കിൽ പണം സംബന്ധിച്ചിട്ടുള്ള മറ്റു പ്രശ്നങ്ങളോ അങ്ങനെ പലതരത്തിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാൻ അപ്രതീക്ഷിതമായിട്ടൊരു ഈശ്വരാനുഗ്രഹം, ഈശ്വരൻ അനുഗ്രഹിച്ച് നൽകുന്നൊരു വഴി തെളിഞ്ഞു കിട്ടും എന്നുള്ളതാണ്. നിങ്ങളുടെ കൈകളിലേക്ക് പണം വന്നു ചേരുക, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറുക. നിങ്ങൾ ചെയ്യുന്ന ജോലി എന്തു തന്നെ ആയാലും ആ ജോലിയിൽ, ആ കർമ്മത്തിൽ നിങ്ങൾ നേരിട്ടിരുന്ന തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ വിട്ടുമാറുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കർമ്മരംഗത്ത് വളരെ ശക്തമായ മാറ്റങ്ങൾ ലഭിക്കുക. കുറച്ച് നാളുകളായിട്ടൊരു ജോലിക്ക് ശ്രമിക്കുന്ന വ്യക്തികളാണെങ്കിൽ ആ പരിശ്രമത്തിന് ഫലം ലഭിക്കുക. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു ജോലി ഒക്കെ ലഭിക്കുന്ന സമയം. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് ആശുപത്രികൾ തോറും കയറി ഇറങ്ങുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടി പണം ചിലവഴിക്കേണ്ട രീതി, രോഗദുരിതങ്ങളാൽ വലയുന്നവരുണ്ടെങ്കിൽ അതൊക്കെ പെട്ടെന്ന് തന്നെ വിട്ടുമാറി ശരീരത്തിന് പൂർണ്ണ ആരോഗ്യം ലഭിക്കുക. അങ്ങനെ ആശുപത്രി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പണച്ചിലവുകൾ, അതുപോലെ കോടതി വ്യവഹാരങ്ങൾക്ക്, കോടതിപരമായിട്ടുള്ള കാര്യങ്ങൾക്ക്, കേസ് വഴക്കുകൾ ആ രീതിയിൽ മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പൂർണ്ണമായി വിട്ടുമാറുക. പലതും നിങ്ങൾക്ക് അനുകൂലത്തിൽ വരിക. അങ്ങനെയുള്ള പാഴ്ചിലവുകൾ എല്ലാം ഈ ഒരു കാലഘട്ടത്തിൽ പൂർണ്ണമായി വിട്ടുമാറും. പൊതുവെ വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് വളരെ വലിയ നേട്ടങ്ങൾ, മാറ്റങ്ങൾ ഉണ്ടാകും. ദാമ്പത്യ കുടുംബജീവിതത്തിൽ ഏറെക്കാലങ്ങളായി പ്രശ്നങ്ങളാണ്. ഒരു വിവാഹമോചനത്തിൻ്റെ, വേർപിരിയലിൻ്റെ വക്കിൽ വരെ എത്തി നിൽക്കുന്ന ദമ്പതികളുണ്ടെങ്കിൽ പോലും അതൊക്കെ നിങ്ങൾക്ക് തന്നെ പറഞ്ഞ് പരിഹരിച്ച് നിങ്ങളുടെ ആ പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഒക്കെ പരസ്പരം പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി ആ ദാമ്പത്യ കുടുംബജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ്. വിവാഹകാര്യങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സങ്ങൾ, അതായത് ഒരു വിവാഹത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ നേരിട്ടിരുന്ന കാലതാമസങ്ങൾ, തടസ്സങ്ങളൊക്കെ വിട്ടുമാറി അനുയോജ്യമായിട്ടുള്ള മംഗല്യഭാഗ്യം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളാണ് ഈ സമയത്ത് വൃശ്ചികം രാശിക്കാർക്ക് ലഭിക്കുക. കഴിഞ്ഞ കുറേ കാലങ്ങളായി ലാഭം എന്നൊരു വാക്ക് പലരും കേട്ട് കാണില്ല. അത് നിങ്ങൾ ഏത് ജോലി ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും 10 രൂപ കയ്യിൽ വന്നാൽ 20 രൂപയുടെ ഒരു ചിലവ് അനുഭവത്തിൽ വന്നിരിക്കും. ഈ ഒരു സമയം മുതൽ ഇനി മുന്നോട്ട് നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം പ്രധാനമായും എല്ലാ പാഴ്ചിലവുകളിൽ നിന്നും മുക്തമാകും എന്നുള്ളതാണ്. പാഴ്ചിലവുകൾ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ കൈകളിലേക്ക് വരുന്ന പണം ഗുണപ്രദമായ കാര്യങ്ങൾക്ക് ചിലവഴിക്കാൻ സാധിക്കും. പലരും ഇനി മുന്നോട്ടുള്ള സമയം സ്വന്തമായിട്ടൊരു ഭൂമി വാങ്ങാനും ഒരു ഗൃഹം നിർമ്മിക്കുവാനും, അല്ലെങ്കിൽ ഇപ്പോൾ താമസിക്കുന്ന ഗൃഹം ഒന്ന് പുനർനിർമ്മിക്കുവാനും, ചിലർക്ക് വണ്ടി വാഹന യോഗങ്ങൾ, അങ്ങനെയുള്ള പല നല്ല കാര്യങ്ങൾ, വിവാഹം പോലെയുള്ള മംഗളകാര്യങ്ങളൊക്കെ ഇനി മുന്നോട്ടുള്ള സമയത്താണ് വൃശ്ചികം രാശിക്കാർക്ക് കൂടുതൽ ലഭിക്കുക. ഒരുപാട് വർഷങ്ങളായി നിങ്ങളുടെ മനസ്സിൽ കൊണ്ടു നടന്ന പല ആഗ്രഹങ്ങളും ഈ ഒരു സമയത്ത് പൂർത്തീകരിക്കപ്പെടും എന്നുകൂടി മനസ്സിലാക്കുക. വൃശ്ചികം രാശിയിൽപ്പെട്ട വിശാഖം, അനിഴം, തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് ഞാൻ ആദ്യം പറഞ്ഞ പ്രകാരം നിങ്ങൾ തീരെ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ യോഗഫലങ്ങൾ, മാറ്റങ്ങൾ, നേട്ടങ്ങളായിരിക്കും ലഭിക്കുക. അത് പലർക്കും പല തരത്തിലായിരിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. എന്തായാലും തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങൾ, ഗുണഫലങ്ങൾ ലഭിക്കും. ഇനി ഈ ഒരു സമയം
നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹമുള്ളവർക്ക് അവരവരുടെ സ്വന്തം ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. കാരണം സമയം നിങ്ങളെ സംബന്ധിച്ച് അത്രത്തോളം അനുകൂലമാണ്. ശുക്രൻ്റെ ഈ ഒരു നീചഭംഗ രാജയോഗ ഫലം വളരെ ശക്തമായിട്ട് വൃശ്ചികം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർക്ക്, നിങ്ങൾ ഏത് പ്രായത്തിലുള്ളവർക്കാണെങ്കിലും അതൊക്കെ അനുഭവത്തിൽ വരും. അതിനെ പരമാവധി നിങ്ങൾ ഓരോരുത്തരും പ്രയോജനപ്പെടുത്തുക. നന്ദി. ഓം ഭദ്രകാളിയേ നമഃ. അടുത്തതായി മകരം രാശിക്കാരായ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ച് നിങ്ങളുടെ സമയം മാറുകയാണ്. ശുക്രൻ കന്നിരാശിയിൽ നീചസ്ഥനാകുന്ന സമയം അത് ബുധൻ്റെ രാശിയാണ്. ബുധനെന്ന് പറയുന്ന ഗ്രഹമാണ് നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ ആധിപത്യം നൽകുന്ന ഗ്രഹം. നിങ്ങളെ സംബന്ധിച്ച് ശുക്രൻ ഏറ്റവും യോഗം നൽകുന്ന യോഗകാരകനായ ഗ്രഹവുമാണ്. ഈ ഒരു സമയത്ത് മകരം രാശിക്കാർക്ക് അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളാണ് അനുഭവത്തിൽ വരിക. പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ വലിയ മാറ്റങ്ങൾ നൽകുന്ന തരത്തിലാണ് ഈ ഒരു നീചഭംഗ രാജയോഗ ഫലങ്ങൾ അനുഭവത്തിൽ വരുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ പരിഹരിക്കപ്പെടുന്ന ഒരു സമയമാണ്. ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങളിൽ നിന്നൊക്കെ മാറ്റമുണ്ടാകും. കേസ്, കോടതി വ്യവഹാരങ്ങളിൽ കൂടെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ അതൊക്കെ പൂർണ്ണമായി വിട്ടുമാറുന്ന ഒരു സമയമാണ്. നിങ്ങൾ നേരിടുന്ന ശത്രുതകൾ, അത് നിങ്ങളുടെ കുടുംബത്തിലോ സ്വന്തം ബന്ധങ്ങളുടെ ഇടയിലോ ജോലി ചെയ്യുന്ന ഇടങ്ങളിലോ ഒക്കെ നേരിടുന്ന ശത്രുതാപരമായ പെരുമാറ്റങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ പൂർണ്ണമായി വിട്ടുമാറി നിങ്ങളുടെ മനസ്സിന് ഒരു സുഖം, സമാധാനം, സന്തോഷം ലഭിക്കും. ഇത്രയും കാലം മനസ്സിനെ അലട്ടിയിരുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഈ ഒരു സമയത്ത് ബുദ്ധിമുട്ടുകളൊക്കെ വിട്ടുമാറും. പിതാവ്, പിതൃസ്ഥാനത്തുള്ള വ്യക്തികൾ മുഖാന്തരം അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ ഈ ഒരു സമയത്ത് മകരം രാശിക്കാരായ ഓരോ വ്യക്തികൾക്കും അനുഭവത്തിൽ വരികയും ചെയ്യും. മകരം രാശിക്കാരെ സംബന്ധിച്ച് ഈശ്വരാനുഗ്രഹം ലഭിക്കുന്ന സമയമാണ്. അതുകൊണ്ട് നിങ്ങൾ പരിശ്രമിച്ചോളൂ. പരിശ്രമങ്ങൾക്ക് പൂർണ്ണ ഫലം ലഭിക്കുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് ശുക്രൻ നിങ്ങൾക്ക് കർമ്മകാരകനായ ഗ്രഹമായതുകൊണ്ട് ഒരു ജോലി സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അതിൽ മാറ്റം വരും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ആ ജോലിയൊക്കെ ലഭിക്കുന്ന സമയവും, വിദേശത്തൊക്കെ ജോലി ചെയ്യുന്ന മകരം രാശിക്കാർക്ക് വിസ സംബന്ധമായ പ്രശ്നങ്ങൾ, മുടങ്ങിക്കിടന്നിരുന്ന ശമ്പളം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ലഭിക്കുക, അതുപോലെ ഒരു ജോലി മാറ്റം കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലൊരു പുതിയ സ്ഥാപനത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തേക്കോ ഒക്കെ ജോലി മാറ്റത്തിന് ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ്. വിദേശ ജോലി, കടൽ കടന്നു പോകുവാനുള്ള യോഗം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഈശ്വരൻ നൽകുന്നതാണ്. മകരം രാശിക്കാരായ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദേശത്ത് പോയി പഠിക്കാൻ അല്ലെങ്കിൽ ഉപരിപഠനത്തിനൊക്കെ സമയം വളരെ വളരെ അനുകൂലമാണ്. അതുപോലെ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കും ഈ സമയം ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഫലങ്ങളാണ് ലഭിക്കുക. മകരം രാശിക്കാരുടെ കുടുംബത്തിൽ ഈ ഒരു സമയം മംഗളകരമായ പല കാര്യങ്ങളും, വിവാഹം പോലെയുള്ള മംഗളകരമായ കാര്യങ്ങൾ, സ്വന്തം ബന്ധങ്ങൾ ഒന്നിച്ചു ചേരുന്ന നല്ല നല്ല അവസരങ്ങൾ, അതുപോലെ ഒരു ഗൃഹപ്രവേശം നടത്തുവാനുള്ള യോഗം, ഇങ്ങനെ പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് മകരം രാശിയിൽപ്പെട്ട പലർക്കും അനുഭവത്തിൽ വരും. സന്താനങ്ങളുടെ, കുട്ടികളുടെ കാര്യത്തിൽ ആകുലതകൾ, ആശങ്കകൾ അനുഭവിക്കുന്ന മകരം രാശിയിൽപ്പെട്ട മാതാപിതാക്കളുണ്ടെങ്കിൽ ഏതുതരം മാനസിക പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അതിനൊക്കെ മാറ്റമുണ്ടായി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളുടെ കുട്ടികളുടെ ജീവിതത്തിലും പലതരത്തിലുള്ള നല്ല മാറ്റങ്ങൾ ലഭിക്കുന്ന സമയം. അവരവരുടെ സന്താനങ്ങളെ കൊണ്ട്, കുട്ടികളെ കൊണ്ട് മകരം രാശിക്കാരായ മാതാപിതാക്കൾക്കും ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില മാറ്റങ്ങളും നന്മകളും നേട്ടങ്ങളുമൊക്കെ അനുഭവത്തിൽ വരുന്ന ഒരു സമയവും കൂടിയാണ്. ഭാഗ്യാനുഭവങ്ങൾ ഈ ഒരു സമയത്ത് നിങ്ങളെ തേടി വരുന്നതായിട്ടുള്ള അനുഭവം ഓരോരുത്തർക്കും വന്നു ചേരുകയും ചെയ്യും. ശുക്രൻ്റെ നീചഭംഗ രാജയോഗത്തിൻ്റെ ഫലം മകരം രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷന്മാർ, നിങ്ങൾ ഏതു പ്രായത്തിലുള്ളവരാണെങ്കിലും നിങ്ങൾക്ക് വളരെ ശക്തമായിട്ടുള്ള ഒരു മാറ്റം, ഒരു നേട്ടങ്ങൾ ഈ ഒരു സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഒരുപാട് കാലങ്ങളായി മനസ്സിൽ കൊണ്ടു നടന്ന പല ആഗ്രഹങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു സർക്കാർ സർവീസിലേക്കൊക്കെ ഒരു ജോലിക്ക് ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ സാധ്യമാകുന്ന സമയം. അതുപോലെ അധ്യാപനം, ഒരു ടീച്ചർ, ആ ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ അതിനൊക്കെ നിങ്ങൾക്ക് സമയം വളരെ വളരെ അനുകൂലമായിട്ട് ആണ് ഇപ്പോൾ കാണുന്നത്. ഒരുപാട് ഈശ്വരാനുഗ്രഹം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ലഭിക്കും. വിവാഹം കഴിഞ്ഞു ഏറെക്കാലങ്ങളായി ഒരു സന്താന ഭാഗ്യത്തിന് വേണ്ടി പല ചികിത്സകളോ അതുപോലെ പ്രാർത്ഥനകളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരൻ അതിനും ഒരു ഫലം നൽകുന്ന സമയമാണ്. ഈ ഒരു കാലഘട്ടത്ത് സന്താന ഭാഗ്യവും ഈശ്വരൻ നൽകും. ലൗകികമായിട്ടുള്ള നമ്മുടെ ജീവിതത്തിലെ
വളരെയധികം സുഖങ്ങൾ, ഗുണാനുഭവങ്ങൾ, നന്മകൾ നൽകുന്ന ഗ്രഹമാണ് ശുക്രൻ. ആ ശുക്രൻ നീചഭംഗ രാജയോഗത്തോടു കൂടി സഞ്ചരിക്കുമ്പോൾ മകരം രാശിക്കാരായ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. പ്രത്യേകിച്ചും മകരം രാശിയിൽപ്പെട്ട സ്ത്രീകളെ, കുടുംബ സ്ത്രീകളെ സംബന്ധിച്ച് നിങ്ങളുടെ എല്ലാ കഷ്ടനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും വിട്ടുമാറി നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സുഖം, സമാധാനം, സന്തോഷമുണ്ടാകും. ഏറെക്കാലങ്ങളായി ആഗ്രഹിച്ചിരുന്ന പല നല്ല കാര്യങ്ങളും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്ന സമയമാണ്. നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും ഒരു സുഖം, സമാധാനം, സന്തോഷമൊക്കെ ഈ കാലഘട്ടത്തിൽ ലഭിക്കും. മകരം രാശിക്കാരെ സംബന്ധിച്ച് ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്തിൻ്റെ ആരംഭമാണ്. പരമാവധി പ്രയോജനപ്പെടുത്തുക. കൂടുതൽ കാര്യങ്ങൾ വ്യക്തിപരമായിട്ട് അവരവരുടെ ജീവിതത്തെപ്പറ്റി അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഈ സമയം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജനന ജാതകം കൂടെ പരിശോധിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. നന്ദി.